ഞാൻ നിൽക്കുന്നത് അതേ കോളേജിൽ തന്നെയാണ്, തൃപ്പൂണിത്തുറയുള്ള RLV കോളേജ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടല്ലോ, അതിമനോഹരമായ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. ഇന്ന് അതുക്ക് മേലെ പോകുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ബാച്ച് റെഡിയായി നിൽക്കുകയാണ്. അവരിതേ എന്നെ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോവാണ്. കമോൺ. സ്ഥലത്തെ പ്രധാന പയ്യൻസ് മലയാളത്തിലെ മനോഹരമായൊരു ചിത്രമായിരുന്നു. അതിൽ നമ്മളെ ഈ സമൂഹത്തിൽ കാണുന്ന ചില ഉടായ്പ് രാഷ്ട്രീയക്കാരുടെ ഒരു വേഷമാണ് ജഗദീഷ് ശ്രീകുമാർ അതിൽ ചെയ്യുന്നത്. അദ്ദേഹം എതിർ കക്ഷികളുടെ അണികളോട് പറയുന്ന ഒരു ഡയലോഗാണ് ഇന്ന് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കാൻ പോകുന്നത്. അവരതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് വിശേഷം? സുഖം. എങ്ങനെയുണ്ട് RLV കോളേജ്? നന്നായി പോകുന്നു. നേരത്തെ ഇവിടെ വരണമെന്ന് പണ്ടുതൊട്ടുള്ള ആഗ്രഹമായിരുന്നു? അതെ, ആഗ്രഹിച്ചു വന്നതാ, ജോയിൻ ചെയ്തതാ. നേരത്തെ പഠിച്ചിരുന്നതൊക്കെ എവിടെയാണ്? ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലായിരുന്നു. ഓക്കെ. ഡാൻസ് തന്നെയാണോ? അതെ. ഏതായിരുന്നു? ഭരതനാട്യം തന്നെ. പേര് കറക്റ്റ്? അഞ്ജു ലക്ഷ്മി. അഞ്ജു ലക്ഷ്മി. നാട്? പത്തനംതിട്ട. ഓക്കെ, റെഡി, ആക്ഷൻ. മറന്നാ? അതിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്. മാപ്പോ അതിന് നീ എന്ത് ചെയ്തേ? അതല്ല, ആള് വരച്ചെന്നില്ലേ പടമൊക്കെ ഉള്ള. ഓഹോ, ആ കോപ്പോ നിനക്കറിയത്തില്ലല്ലോ. കേരളത്തിന്റെ കേരളത്തിന്റെ കരളിന്റെ കുളിരാണ്. മറ്റേ ഡയലോഗ് പറഞ്ഞോണ്ടാ. ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. അതിരിക്കട്ടെ അനിയ. അതിരിക്കട്ടെ അനിയ. നിങ്ങളുടെ നേതാവിന്റെ മോണരോഗമൊക്കെ എങ്ങനെയുണ്ട്? അത് അവിടെ നോക്കി ചോദിച്ചു, ഞാൻ ഉത്തരം പറയുന്നത്. അതിരിക്കട്ടെ അനിയ, നിങ്ങളുടെ നേതാവിന്റെ മോണരോഗമൊക്കെ എങ്ങനെയുണ്ട്? മോണരോഗോ? അല്ല, മോണ പഴുത്ത് വായ്നാറ്റം കാരണം കുറച്ച് നാളത്തേക്ക് ഇവ പറഞ്ഞു കേട്ടോ, ഇവ ഭയങ്കര കൗണ്ടർ വീരനാണ്. ഇവന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇവന് ചെറിയൊരു സംഭവം. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിലൊരു കിണ്ടി കൊണ്ട് കുണ്ടിൽ വീണു. പറ. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ അത് പറ. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടിയിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കിണ്ടിയിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കിണ്ടിയിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഞാൻ കണ്ട് കിണ്ടി അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ. കിണ്ടിയിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പെട്ടെന്ന് പറ, സ്പീഡ് പറ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കുണ്ടിലൊരു കിണ്ടി ഒഴുകി കുണ്ടിൽ വീണു. അവിടെ പോയില്ലേ? ഓക്കെ. എന്തേ അല്ല, മോണരോഗോ? അല്ല, മോണ പഴുത്ത് വായ്നാറ്റം കാരണം പുറത്തിറങ്ങിയില്ലെന്ന് വാർത്തയല്ല പത്രത്തിൽ കണ്ടല്ലോ. പത്രത്തിലും വന്നു ഇതിനു മുമ്പേ? അതേന്നേ. ആണോ? അതെ. ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ? ഫ്ലാഷ് അടിച്ചപ്പോ അറിയാതെ കണ്ണൊന്ന് ചിമ്മിപ്പോയി. ഞാൻ വേറൊരു പോസ് തരാം. താങ്ക് യു. നിങ്ങളുടെ നേതാവ് വായ അടഞ്ഞാൽ വാർത്ത, വായ തുറന്നാൽ വാർത്ത, പെണ്ണ് കെട്ടിയാൽ വാർത്ത, കുട്ടി ഉണ്ടായാൽ വാർത്ത, മാമോദിസ മുങ്ങിയാൽ വാർത്ത, അല്ല മാമോദിസ മുക്കിയാൽ വാർത്ത, പച്ചക്കറി തിന്നാൽ വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, മുട്ടയും മട്ടനും തിന്നാൽ വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, അജീർണം പിടിച്ച് 4 നേരം വയറ്റിൽ നിന്ന് പോയാൽ അതും വാർത്തയാണല്ലോ അല്ലേ? ആണോ? അതെ. ഓക്കെ, താങ്ക് യു. മറ്റൊരു കലാകാരനുണ്ട്, മിസ്റ്റർ അനുവിന്ദ്. അനുവിന്ദ് നമുക്കൊന്ന് പരിചയപ്പെടാം. യെസ്, അനുവിന്ദ്. എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ ആക്ടിങ്? ഗംഭീരായിരുന്നു, പൊളിച്ചു. എവിടെയാണ് അനുവിന്ദിൻ്റെ നാട്? എൻ്റെ നാട് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി എന്ന പ്രദേശത്ത്. ഇവിടെ എന്താണ് പഠിക്കുന്നത്? ഇവിടെ BA വോക്കലാണ്, സംഗീതം. അപ്പോൾ സംഗീതം, അപ്പോൾ അത് ഒരു നല്ലൊരു പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അനുവിൻ്റെ. പടം സർ. നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ.
വളരെ മനോഹരമായിരുന്നു. എന്താണ് ഒരു അരുവി ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെയുള്ളൊരു സുഖം. അടിപൊളി, സൂപ്പർ. താങ്ക് യു സാർ. ഇനി അഭിനയം ഒന്ന് നോക്കുന്നുണ്ടോ? സാർ ഞാൻ ചെറുതായി മിമിക്രി ആണോ? ചെയ്യും. അപ്പോൾ ആ മിമിക്രി ഒന്ന് കേൾക്കാം നമുക്ക്. അതായത് മോഹൻലാലിൻ്റെ പുതിയ ചിത്രമായ തുടരും എന്ന സിനിമയിലെ പ്രധാന വില്ലനായ ജോർജ് സാർ. ബെൻസേ, നീ ആരാടാ പേടിപ്പിക്കുന്നത്? ഇതെന്റെ കഥയാടാ. ഈ കഥയിലെ ഹീറോ ഈ ജോർജ് സാറാ. വാ, ഓക്കെ. അപ്പോൾ അടുത്ത നമുക്ക് ആക്ടിങ്ങിൻ്റെ ആ സംഭവം. ഓക്കെ സാർ. അതിരിക്കട്ടെ അനിയ, നിങ്ങളുടെ നേതാവിൻ്റെ മോണരോഗമൊക്കെ എങ്ങനെയുണ്ട്? മോണരോഗോ? അല്ല അല്ല മേമേക്ക് ദരിദ്രവാസ്യം ആത്മീ ഹൂം കൃപയാ കരേ ദർവാസ മേം കിനാരേ ഹേ. അല്ല മോണപഴുത്ത് വായുനാറ്റം കൊണ്ട് മോണപഴുത്ത് വായുനാറ്റം കാരണം കുറച്ച് നാളത്തേക്ക് വാ തുറക്കില്ലെന്ന് പത്രത്തിൽ വായിച്ചായിരുന്നു. ഇതൊക്കെ പത്രത്തിലും വന്നു. മൗനവ്രതമോ? ഊവല്ലോ നിങ്ങളുടെ നേതാവ് വാ തുറന്നാൽ നിങ്ങളുടെ നേതാവ് വാ തുറന്നാൽ വാർത്ത, വായ അടച്ചാൽ വാർത്ത, പെണ്ണ് കിട്ടിയാൽ വാർത്ത, കുട്ടി ഉണ്ടായാൽ വാർത്ത, മാമോദിസ മുക്കിയാൽ വാർത്ത, പച്ചക്കറി മാത്രം തിന്നാൽ വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, മുട്ടയും മട്ടനും തിന്നാൽ വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, അജീർണം പിടിച്ച വയറ്റിൽ നിന്ന് 4 നേരം പോയാൽ അതും 6 കോളം വാർത്തയാകുമല്ലോടോ. വാ, സൂപ്പർ, അടിപൊളി കേട്ടാ, സൂപ്പർ. ശരി സാർ. എന്താണ് പേരെന്താണ്? കാർത്തിക. കാർത്തിക എവിടെയാണ് നാട്? കാസർഗോഡ്. കാസർഗോഡ് ഏറ്റവും കേരളത്തിലെ മനോഹരമായ നാടുകളിൽ ഒരു നാടാണ്. അവിടേക്കാണ് ആദ്യമായി ട്രെൻഡുകളൊക്കെ വരുന്നത്, ഡ്രസ് അല്ലേ? ഓക്കെ. ഇപ്പം ഇവിടെ എന്താണ് പഠിക്കുന്നത്? BA ഭരതനാട്യ സെക്കൻഡ് ഇയർ ആയി. ഓക്കെ. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. അതിരിക്കട്ടെ അനിയ, നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? മോണരോഗം? അല്ല, മോണപഴുത്ത് നിങ്ങളുടെ നേതാവ് പുറത്തിറങ്ങില്ല എന്ന് പത്രത്തിൽ വായിച്ചു. പത്രത്തിൽ വന്നോ അതിന് മുമ്പ് ഈ വാർത്ത? ഊവല്ലോ, നിങ്ങളുടെ നേതാവിന്റെ വായ അടഞ്ഞാൽ വാർത്ത, വാ തുറന്നാൽ വാർത്ത, കല്യാണം കഴിഞ്ഞാൽ വാർത്ത, കുട്ടികൾ ഉണ്ടാൽ വാർത്ത, മാമോദിസ മുക്കിയാൽ വാർത്ത, പച്ചക്കറി കഴിച്ചാൽ വാർത്ത, കഴിച്ചില്ലെങ്കിൽ വാർത്ത. ശരിയല്ലേ? മുട്ടയും മട്ടനും തിന്നാൽ വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത. അജീർണം പിടിച്ച് 4 നേരം വയറ്റിൽ നിന്ന് പോയില്ലെങ്കിലും അതും മാറിക്കൊടുത്ത് വാർത്തയാകുമല്ലോ. അത് സത്യമാണ് കേട്ടോ, പക്ഷെ അടിപൊളി. എന്തല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. എന്താണ് പേര്? അനാമിക. നാട് എവിടെയാണ്? എറണാകുളം തന്നെ. ഓക്കെ. അപ്പോൾ റെഡി, 1 2 3 ആക്ഷൻ. അതിരിക്കട്ടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? മോണരോഗമോ? അങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, മോണ പഴുത്തിട്ട് വായ എന്നാണ്ട് വായനാറ്റം വന്നിട്ടോ നാളത്തേക്ക് എന്താണ്ട് മിണ്ടില്ലെന്നോ പത്രത്തിൽ. നാളത്തേക്ക് മിണ്ടില്ലെന്നുണ്ടോ കഥയിൽ? തടവി കൈ ഒടിഞ്ഞു. കുറച്ച് നാളത്തേക്ക് മിണ്ടില്ലെന്ന് പത്രത്തിൽ വായിച്ചു. ഇതൊക്കെ പത്രത്തിലും വന്നോ? ഓ, വന്നേ. വീണ്ടും വരട്ടുന്നു. ഓ, വന്നല്ലേന്ന്. അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും. എന്റെ നേതാവ് വാ തുറന്നാലും വാർത്ത, തുറന്നില്ലെങ്കിലും വാർത്ത, കല്യാണം കഴിച്ചാലും വാർത്ത, കല്യാണം കഴിച്ചില്ലെങ്കിലോ അതും വാർത്ത. പിന്നെന്തുവാ ആലോചിച്ച് നോക്ക്. അത് ഉത്തരം പറ. അത് കുഞ്ഞുണ്ടായ വാർത്ത, പിന്നെ കൊച്ചിന്റെ മാമോദിസ വന്ന അതും വാർത്ത, പിന്നെ പച്ചക്കറി കഴിച്ചാലോ അത് തിന്നില്ലെങ്കിലോ അതും വാർത്ത. പിന്നെ പ്രോട്ടീനുള്ള മറ്റേ സാധനം ഗുണ്ട്. മുട്ടയും മട്ടനും കഴിച്ചില്ലെങ്കിൽ അതും വാർത്ത, കഴിച്ചാലോ അതും വാർത്ത. കയ്യിലിരുന്ന് പൊട്ടിയാൽ എന്ത് ചെയ്യും? മണ്ടത്തരം പറയല്ലേ, അതിനല്ലേ 5 ബോംബ് സ്പെയർ ആയിട്ട് ഇവിടെ വച്ചിരിക്കുന്നത്. അജീകരണമോ? എന്റെ പൊന്ന്, പുതിയ വേർഡ്സ് ഒക്കെയാണ്. മലയാളത്തിലെ പണ്ഡിതയാണെന്ന് തോന്നുന്നു. പണ്ഡിത പറയാ വിജൃംഭിച്ചത് എന്ന് വെച്ചാ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അയ്യേ, ഞാൻ ആ വാക്ക് തിരിച്ചെടുത്ത്. പണ്ഡിതയല്ല കേട്ടോ, നീ പണ്ഡിതേ അല്ല. ആ വാക്ക് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഒന്നെങ്കിൽ അങ്ങേയറ്റോ അല്ലെ ഇങ്ങേയറ്റോ. ഈ സമയത്ത് ഞാൻ കടപ്പുറത്തിരിക്കേണ്ടവന്. എന്തിന്? പ്രഭാത കർമ്മങ്ങൾക്ക്. ഈശ്വര, ചതിക്കരുത്, കാല് പിടിക്കും. അജീർണം. ഈ വാക്ക് കേട്ടിട്ടില്ല.
അജീർണം. അജീർണം മൂലം 4 ദിവസം വയറ്റിൽ നിന്ന് പോയിട്ട് അതും വാർത്ത ഉള്ളത് തന്നെ. ഓ അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. അവിടെ ഒരാൾ ഇതൊക്കെ കണ്ടങ്ങ് ഉറങ്ങുകയാണ്, ഫോട്ടോയൊക്കെ അങ്ങോട്ട് വിടുകയാണ്. വിളിക്കണം അദ്ദേഹത്തെ. ഇങ്ങ് വന്നേ. പേരെന്താണ്? അപർണ വന്നേ. എന്താണ് വിശേഷം? ഇവിടെ ഏതിനാ പഠിക്കുന്നത്? മോഹിനിയാട്ടം. ഏത് ഇയറായി? ഫസ്റ്റ് ഇയറായി. ഇവിടെ അപർണ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഭയങ്കര കോട്ടുവായാണ്. എന്ത് പറ്റി? ഉറങ്ങിയില്ല ഇന്നലെ? ക്ലാസ്സിലും അങ്ങനെയാണെന്ന്. ഡാൻസ് ചെയ്യുമ്പോഴും അങ്ങനെയാണോ? എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഏത് ടങ് ട്വിസ്റ്റർ കൊടുക്കാം? ഏത് കൊടുക്കാം? കട്ടിയുള്ള ഏതാ വേണ്ടത് പറ. നമ്മൾ ഇത്ര പറഞ്ഞതിലൊരെണ്ണം കൊടുക്കാം. കിണ്ടിയുടെ കൊടുക്കാം. ഇങ്ങോട്ട് വാ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ. കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ. കിണ്ടിയിൽ ഒരു കിണ്ടി ഉരു അവന്റെ ചിരിയട്ട. ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കറക്റ്റ്. അത് കറക്റ്റ് നിർത്താതെ 3 വർഷം പറഞ്ഞു. കറക്റ്റാണ് കേട്ടോ. ഇത് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി തുടക്കത്തിലേ കൊടുക്കാം. റെഡി റെഡി റെഡി. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. വെരി ഗുഡ്. ഇനി ഫോട്ടോ വിടുവോ? അവിടെ പോയി. ഓക്കെ. ഇതിൽ ഏറ്റവും വലിയ രസം ഞാനിങ്ങനെ വിളിക്കുന്നതാണ് ഒരു 4 പേര് ന്യൂട്രി കൂടെ ഇറങ്ങിയങ്ങ് പോയി. അവ അങ്ങനെ വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട്. ശരി മോനെ, നിന്റെ പേരെന്താടാ? എൻ്റെ പേര് രഞ്ജിത്ത്. രഞ്ജിത്ത് എവിടെയാണ് നാട്? എൻ്റെ വീട് പള്ളുരുത്തി. പള്ളുരുത്തി. ഇവിടെ ഏതിനാണ് അപ്പോൾ പഠിക്കുന്നത്? BA വോക്കൽ. വോക്കലാണ്. അപ്പോൾ വോക്കലായ സ്ഥിതിക്ക് തന്നെ ആദ്യം ഒരു രഞ്ജിത്തിൻ്റെ 2 വരി പാട്ട് നമുക്ക് കേൾക്കാം. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ് കോടിപ്പാവൊടുത്ത് കണിത്താലവുമായി വിഷു കൈനീട്ടമൻ കയ്യിൽ തരുമ്പോൾ എൻ്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ മുറ്റത്തെ തുളസി പോലെ. അടിപൊളി, സൂപ്പർ. 1 2 3 ആക്ഷൻ. അതിരിക്കട്ടെ അനിയ, നിങ്ങളുടെ മോണരോഗം എങ്ങനെയുണ്ട്? നീ ഗുണ്ടായിസം കാണിക്കാനല്ല പറഞ്ഞത്. ഇത് വളരെ കോമഡി ആയിട്ട് പറയേണ്ട സാധനമാണ്. ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, ആള് ഭയങ്കര ചൂടാണ്. എല്ലാവരും ഇല്ലട്ടോ എന്റെ അമ്മേ. അതിരിക്കട്ടെ അനിയ, നിങ്ങളുടെ മോണരോഗം എങ്ങനെയുണ്ട്? മോണരാവോ? അല്ല, നിങ്ങൾ നേതാവിന്റെ മോനെ. ഈ ഇവനും ഞാനും ഇനീഷ്യലാണോ? ഗോപാലൻ ലക്ഷ്മണൻ. കോമ്പിനേഷൻ ശരിയല്ലല്ലോ. പാലും ചാളക്കറിയും പോലെ. മോണരോഗം എങ്ങനെയുണ്ട്? മോന്റെ മോണരോഗം എങ്ങനെയുണ്ട്? നേതാവിന്റെ മോന്റെ ആണോ? നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? വലിയ തമാശക്കാരനാണല്ലേ? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പടക്കം വെച്ച് പൊട്ടിക്കും. അതിരിക്കട്ടെ അനിയ, നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? നേതാവിന്റെ ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിൻ. അവളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? മോണരോഗോ? നിനക്ക് എന്താ വയ്യോടാ? ആദ്യത്തെ കുഴപ്പമില്ല. നീ ചുമ്മാ ആരൊക്കെ നിർബന്ധിച്ച് വിടുന്നതാണോ നിന്നെ ഇവിടെ? അല്ല. നമ്മുടെ പ്രൊഡ്യൂസർ നിർബന്ധിച്ചുകൊണ്ടിരുത്തിയാണോ നിന്നെ? അല്ല. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ എങ്ങും യാതൊരു ബന്ധമില്ല. 3 പേര് അവിടെ നിന്നുകൊണ്ട് കഥ പറയുന്നുണ്ട്. അതിലാ നടുക്കിക്കുന്ന കുട്ടിക്ക് വന്നേ. ഇങ്ങ് വാ. ഓടിയാ. എന്ത് പേരെന്താ അതിൻ്റെ? സഹേല. സഹേല വന്നേ. സഹേലെ നല്ലൊരു കയ്യടി കൊടുത്ത് ഇങ്ങ് വിടുക. അതിന്റെ നേതാവ് താങ്കളാണെന്നറിയാം. സഹേല എന്താണ് ഇവിടെ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അല്ല, എന്താണ് നിങ്ങളുടെ കഥ പറഞ്ഞത്?
കുട്ടി ആബ്സെന്റായ കഥ പറയായിരുന്നു. അതാണ് ഇവിടെ നിന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഏരിയ തന്നെ വന്നിരുന്ന് പറയണം. അദ്ദേഹത്തിന്റെ പേര് പറ. ജാനകി. ജാനകിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്ത് വിടുക. അത് ഇവർക്ക് ആദ്യം നോർമൽ കയ്യടി ഇങ്ങനെ വന്നിട്ട് കൈയടിക്കപ്പോഴത്തേക്ക് പിന്നെ ആക്ഷൻ അങ്ങ് മാറ്റി രണ്ടുപേരുടെ. അത് എന്താണ് അത് നടുവേദന ആയതുകൊണ്ടാണത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. ആ സ്പീഡി 3 പ്രാവശ്യം പറ. അങ്ങനെ മുണ്ടിൽ കറക്റ്റ് എന്ന് പറഞ്ഞത്. മുണ്ടിൽ ചെളി പൂരളരുത്. മുണ്ടിൽ ചെളി പൂരളരുത്. മുണ്ടിൽ ചെളി പൂരളരുത്. വെരി ഗുഡ്. മുണ്ടിൽ ചെളി പൂരളരുത്. കിട്ടില്ല ഉറപ്പാ കിട്ടില്ല. എല്ലാം ഓക്കെ. നല്ലൊരു കൈയ്യടി കൊടുത്ത് പൂതരം വിടുക. 3 അല്ല 2 പേര്. താങ്ക് യു. അപ്പം അതിൻ്റെ ഇത് നമുക്ക് പറഞ്ഞു തരണം കേട്ടോ. ആ ഇനി പറടാ. ആ വായനാറ്റം പഴുത്ത്. വായനാറ്റം പഴുത്ത. അയ്യോ സോറി, വായനാറ്റം. എന്തോടെ ഇവിടെ അല്ല വായനാറ്റം പഴുത്ത. മോണ പഴുത്ത് വായനാറ്റം കാരണം. 1 കിലോ മാങ്ങ. ഒരു മാങ്ങ പഴുത്തിട്ടില്ല. ഇവരെ പച്ചയാ ഇഷ്ടം. ഇഷ്ടമാണ്, കടയിൽ നിന്ന് പോയി മേടിക്കണം. എന്റെ മകൻ ഞാൻ തരില്ല. മോണ പഴുത്ത് വായനാറ്റം കാരണം പുറത്ത് വായ തുറക്കാത്തതുകൊണ്ട്. മോണ പഴുത്ത് വായനാറ്റം കാരണം കുറച്ച് നാളത്തേക്ക് വാ തുറക്കുന്നില്ലെന്ന് പത്രത്തിൽ വായിച്ചു. നീ വായിച്ചോ? അല്ല, അവിടെ ആര് വായിച്ചു? ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. ഫോട്ടോയുണ്ടല്ലോ. അയ്യോ, ഇത് ഇവന്മാരെ എപ്പ എടുത്തു? ആര് വായിച്ചു? ഇവിടെ പത്രത്തിൽ ആര് വായിച്ചു? ഞാൻ തന്നെ വായിച്ചു. ഏത് പത്രത്തിലായിരുന്നു? അല്ല, അതിനകത്ത് പേരില്ല. പത്രത്തിന് പേരില്ലേ? മാതൃഭൂമി. മാതൃഭൂമി എന്ന വീട്ടിൽ വരുത്തുന്ന മാതൃഭൂമി അല്ല, മനോരമയാണ്. പക്ഷേ അത് പിന്നെ അങ്ങനെ മാതൃഭൂമി നീ വായിച്ചു? അത് പറയാൻ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. മനോരമ വീട്ടിൽ വരുന്ന ആൾ മാതൃഭൂമി എങ്ങനെ ഈ വാർത്ത വായിച്ചു? പറ. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ശരി, ഒരു കയ്യടി കൊടുക്കും. ഇവൻ ഇവിടെ നിർത്തി നമ്മൾ എപ്പിസോഡ് ദൈർഘ്യമാക്കും. ഓക്കെ. പൊട്ടനും പോയി പണ്ടനും പോയി ഫോട്ടും കിട്ടി. എന്താ മോളുടെ പേര്? ദിവ്യ. ദിവ്യ. എവിടെ നാട്? ഗൗതമപുരം. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഭരതനാട്യം. ഏത് ഇയറായി? അവസാനമായി. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. അദ്ദേഹം നമ്മുടെ കൂടെ ഒരാളായി നിൽക്കാൻ വേണ്ടി, നിങ്ങളുടെ കഴിവുകൾ കാണാൻ വേണ്ടി വന്ന ആളാണ്. സ്ക്രിപ്റ്റ് നമ്മൾ തൽക്കാലം അദ്ദേഹം പഠിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഇനി അവസാനമായി വേദിയിലേക്ക് വരാൻ പോകുന്നത് അദ്ദേഹം ഇത് വളരെ അഭിനയത്തിൻ്റെ മൂർധന്യങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ അവസാനം വിളിച്ച് അത് പിള്ളേരൊക്കെ ആദ്യം ചെയ്യട്ടെ, എൻ്റെ ആക്ടിങ് എല്ലാവരും കണ്ട് പഠിക്കുമല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ നമ്മൾ വലിയൊരു കയ്യടിയോടുകൂടി വിളിക്കുകയാണ്. വരൂ. ശക്തമായ പേരങ്ങോട്ട് പറയൂ. ആര്യ. ശക്തമായ പേര് ആര്യ. ഇടറിപ്പോയോ ആര്യ? എന്തൊക്കെയാണ് നമ്മളെ വിശേഷം? നല്ല വിശേഷം. കണ്ണ് നിറഞ്ഞു എന്ന്. എൻ്റെ ജീവിതത്തിൽ എന്നെ ആരും ഇത്രയും പുകഴ്ത്തിയിട്ടില്ലെന്ന്. വീട് എവിടെയാണ്? ചേർത്തല. റെഡി? ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. റെഡി, ആക്ഷൻ. അതിരിക്കട്ടെ, നിങ്ങളുടെ നേതാവിന്റെ അയ്യോ, എന്നെ നാണം കെടുത്തരുത് കേട്ടോ. ഇത്ര ഹൈപ്പിൽ വിളിച്ചതാണ് ഞാൻ. അതിരിക്കട്ടെ, നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? മോണരോഗം അല്ല, മോണപഴുത്ത് വായനാറ്റം കാരണം വാതുറക്കാറില്ലെന്ന് പത്രത്തിൽ വായിച്ചു. ഇതൊക്കെ പത്രത്തിലും വന്നോ? ഒരെണ്ണം കൂടി. മൗനവ്രതമോ? ഓ, പത്രത്തിലും വന്നോ? ഉവല്ലോ. നിങ്ങളുടെ നേതാവ് വായടച്ച. സോറി. എന്തേ? നിക്കണ്ട, ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടിക്കൊടുക്ക. ഉവല്ലോ, നിങ്ങളുടെ നേതാവ് വായടച്ചാൽ തളരരുത് രാമൻകുട്ടി, തളരരുത്. ഞാൻ ഒരുപാട് ബിൽഡപ്പ് ചെയ്ത് വിളിച്ചാണ്, എന്നെ നാണം കെടുത്തരുത്. റെഡി, ആക്ഷൻ. എടാ, ഞങ്ങളോട് 2 ആളോട് കളിക്കാൻ ആരുണ്ടാ? ഉവല്ലോ, നിങ്ങളുടെ നേതാവ് വായടച്ചാൽ വാർത്ത, വാ തുറന്നാൽ വാർത്ത, കല്യാണം കഴിച്ചാൽ വാർത്ത, കുട്ടികൾ ഉണ്ടായാൽ വാർത്ത, മാമോദിസ മുക്കിയാൽ വാർത്ത, പിന്നെന്താ പച്ചക്കറി മാത്രം കഴിച്ചാൽ വാർത്ത, കഴിച്ചില്ലെങ്കിൽ വാർത്ത, മുട്ടയും മട്ടനും കഴിച്ചാൽ വാർത്ത, കഴിച്ചില്ലെങ്കിൽ വാർത്ത, പിന്നെന്താ അജീർണം. അതാണ് അഭിനയത്തിന്റെ തികവ് കാണിക്കേണ്ടത്. അജീർണം പിടിച്ച് 4 നേരം
സോറി, അജീർണം പിടിച്ച് 4 നേരം വയറ്റിൽ നിന്ന് പോയാൽ അത് 6 കോളം വാർത്തയാകുമല്ലോടോ. ഓ എനിക്ക് വയ്യ. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. യെസ്, അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. മൾട്ടിപ്പിൾ ടാലൻ്റ് ഉള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവർ പഠിക്കുന്നത് കൂടാതെ തന്നെയുള്ള ഒരുപാട് കഴിവുകളുള്ള ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. നമുക്ക് എല്ലാവർക്കും പ്രൈസ് കൊടുക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് പേർക്ക് ഞങ്ങൾ വിളിക്കണം. അത് മറ്റുള്ളവർ ചെറുതായിട്ടല്ല, നമ്മുടെ കയ്യിൽ അത്രേ പ്രൈസ് ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ഒന്നും വിളിക്കുന്നില്ല. എങ്കിലും ഞാൻ ആദ്യം വേദിയിലേക്ക് വിളിക്കുന്നു മിസ്റ്റർ അഭിജിത്ത്. നിൻ്റെ പാട്ട് ഗംഭീരമായിരുന്നു, മിമിക്രി അതിലേറെ ഗംഭീരമായിരുന്നു, നിൻ്റെ ആക്ടിങ്ങും ഗംഭീരമായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിടിലം 2 ഗിഫ്റ്റുകളാണ് ഇവിടെ. എഴുതുമല്ലോ നീ ഇല്ലേ? യെസ്. അപ്പോൾ അടുത്തതായിട്ട് വളരെ മൾട്ടിപ്പിൾ കഴിവുള്ള മറ്റൊരാൾക്കാണ് ഞാൻ ഈ പ്രൈസ് കൊടുക്കുന്നത്. പാട്ട് പാടുകയും ഗംഭീരമായി മിമിക്രി ചെയ്യുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്ത മിസ്റ്റർ അനുവിന്ദ്. ഓക്കെ, അനുവിന്ദിന് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പിക്കിൾ, ഇറ്റ്സ് എ ഹോം പാക്ഡ് ഇൻ എ ജാർ. മുബീസിൻ്റെ ഒരു കിച്ചൺ പാക്ഡാണത്. താങ്ക് യു സർ. പിക്കിളാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ. താങ്ക് യു സർ. ഇനി ഞാൻ വിളിക്കുന്നു ഭുവന. ഭുവനയ്ക്ക് പെർഫ്യൂമിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റാണ്. ഇതിൽ സോളിഡ് പെർഫ്യൂമുണ്ട്, അത്രയുണ്ട് എന്ന് വേണ്ട എല്ലാം അടങ്ങിയ ഒരു കിറ്റാണ്. ഇത് നൽകുന്നത് റൈ ആദംസ് ആണ്. അപ്പോൾ അവരുടെ മനോഹരമായൊരു ഗിഫ്റ്റ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു പെൻ. എഴുതാൻ അറിയാമല്ലോ. യെസ്. ഇനി ഞാൻ വിളിക്കുന്നു രേവതി. രേവതിക്ക് വളരെ മനോഹരമായ ഒരു ഗിഫ്റ്റാണ്. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കേരളത്തിലെ പ്രീമിയം സ്നാക്സാണ് തരാൻ പോകുന്നത്. ലഷ് നൽകുന്ന പ്രീമിയം സ്നാക്സാണ്. ഓരോ ബൈറ്റിലും ആ ടേസ്റ്റ് അങ്ങനെ നിൽക്കും. അതുകൊണ്ട് നല്ല മനോഹരമായിട്ട് കഴിക്കുന്നതിനൊപ്പം കുട്ടികൾക്കൂടെ കൊടുക്കുക, ഫ്രണ്ട്സിനൂടെ കൊടുക്കുക. അതേപോലെ തന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഓക്കേ. ഇനി വളരെ ഐശ്വര്യത്തോടെ ഇവിടെ വന്ന് അടിപൊളിയായിട്ട് 100 പ്രാവശ്യം പറഞ്ഞിട്ട് പോലും ആ കോൺഫിഡൻസ് കയ്യിൽ നിന്ന് പോകാതെ മനോഹരമായി പെർഫോം ചെയ്ത ഐശ്വര്യ. അപ്പോൾ ഇത് നമ്മുടെ സൂര്യ കോമഡിയുടെ തന്നെ ഒരു ഗിഫ്റ്റാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. ഓക്കെ, കൺഗ്രാജുലേഷൻ. നമ്മൾ ഒരു വേദിയിലേക്ക് ആദ്യം കടന്നു വരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. എവിടെയും മുൻപന്തിയിൽ നിൽക്കുക, ആദ്യമായി കടന്നു വരിക, അതൊരു ചെറിയ ഗട്ട്സ് അല്ല, വലിയൊരു ഗട്ട്സാണ് വേണ്ടത്. രജനി ചേച്ചിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ചേച്ചി, താങ്ക് യു. ഇത് നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. യെസ്. അപ്പോൾ RLV കോളേജിനോട് തൽക്കാലം വിട പറയാൻ സമയമായിരിക്കുകയാണ്. ഗുഡ് ബൈ.